പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ ഇതിലൂടെ യാത്ര ചെയ്ത എല്ലാ ആളുകൾക്കും അറിയാം, ഇവിടെ ഒരു ദുരിതപൂർണമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എപ്പോഴും തിരക്ക് അനുഭവപ്പെടുകയും ഇതിൽ പോകുന്ന ഏതൊരാളും അല്പനേരം ഇവിടെ കുടുങ്ങാതെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് രാമനാട്ടുകര വഴി മീൻചന്ത കൂടി കോഴിക്കോട് പോയ ആളുകൾക്കൊക്കെ അറിയാം, ഇവിടെ ഈ സെൻട്രലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടീ റോഡ് ഉണ്ട്. അതിന് പുറമെ വേറൊരു പോക്കറ്റ് റോഡുണ്ട്. ഈ 2-3 റോഡും ഏകദേശം ഒരു 10-30 മീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 റോഡിലേക്കും തിരിയുന്ന വാഹനങ്ങൾ ഇവിടെ വരുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ജോയിൻ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. അതിനൊരു അറുതി വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരികയാണ്. അതായത് നമ്മുടെ ഈ എല്ലാ റോഡുകൾക്കും ഗുണപ്രദമായ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് മുന്നിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സാക്ഷാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ റിയാസിൻ്റേത് തന്നെയാണ് കേട്ടോ. ഈ മണ്ഡലം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വികസനം വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. കാരണം കോഴിക്കോടിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രതിച്ഛായ പല സ്ഥലങ്ങളിലും അദ്ദേഹം മാറ്റിമറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ ഏറ്റവും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത്. പല കെട്ടിടങ്ങളും ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ റോഡ് വരും. റോഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഒരു യാത്രാ ദുരിതം ഇവിടെ തീരും. ഇവിടുത്തെ റോഡുകളെ ഞാൻ ഇതിൽ പോയ ആളുകൾക്കറിയാം, ഇനി പോകാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. നമുക്കിവിടെ ഫറൂഖ് പാലം കഴിഞ്ഞ് ഉടനെ കയറി വന്നാൽ ആദ്യം വരുന്ന റോഡ്, അതായത് ഫറൂഖിലോട്ടുള്ള പഴയ റോഡാണ്. ഫറൂഖിൽ പുതിയ പാലം വന്നതിന് ശേഷം ഇവിടെ 2 വഴിയുണ്ട്. അതായത് ഫറൂഖ് സെൻറ്ററിലേക്ക്. ഇപ്പോൾ പഴയ പാലം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തൊട്ടപ്പുറം ബേപ്പൂർ റോട്ടിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വലത്തോട്ട് കൊളത്തറ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത്, കൊളത്തറ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊളത്തറ ഭാഗത്തേക്ക് പോയാലും നമുക്ക് കോഴിക്കോട്ടേക്കും അതുമാതിരി തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയിലേക്കും അതേമാതിരി ഒക്കെ പോകാവുന്ന ഒരു റോഡാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷനുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എങ്കിലും എല്ലാ റോഡിലും ഒരേമാതിരി വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലൂടെ ട്രാഫിക് പോലീസ് നിന്നിട്ട് ആണ് ഇവിടെ പല കാര്യങ്ങളും നിയന്ത്രിച്ച് കൊണ്ടുപോയിരുന്നത്. അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം വെയിലാണെങ്കിൽ അത് കൊള്ളണം, മഴയാണെങ്കിൽ അത് കൊള്ളണം. ഈ ട്രാഫിക് പോലീസിൻ്റെ കാര്യം ഭയങ്കര ഇടങ്ങറാണ്. ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതേക്കുറിച്ച് അറിയുള്ളൂ. എത്ര വെയിലാണെങ്കിലും അത് കൊള്ളുക എന്നുള്ളതാണ് അവരുടെ ആ തൊഴിലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു ഒരു ഗുണം കിട്ടും. അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഈ വഴിക്കൊക്കെ ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ എത്ര സമയം ബ്ലോക്കിൽ പെട്ടോ അത്രയും സമയം വെയിൽ കൊണ്ട് അവിടെ നിൽക്കുക എന്നല്ലാതെ വേറെ വഴികളില്ല. അപ്പോൾ അതിനൊക്കെ എല്ലാ തലത്തിലും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇത് ഇവിടെ. അപ്പോൾ അതിന് പ്രവർത്തിച്ച നമ്മുടെ മന്ത്രിക്ക് നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് തുടങ്ങുന്ന എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫറൂഖ് പുതിയ പാലം കയറിയിട്ട് ഏകദേശം ഒരു 50 മീറ്റർ മുന്നിലോട്ട് എത്തിയാലാണ് ഈ പാലത്തിൻ്റെ തുടക്കട്ടോ. അത് നേരെ 800 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് 250 മീറ്റർ റോഡും 300 മീറ്റർ ഫ്ലൈ ഓവറുമായിട്ടാണ് വരുന്നത്. അതായത് ബ്രിഡ്ജ് വരുന്നത് 300 മീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു വികസന കുതിപ്പുമായിട്ട് തന്നെ കാണണം. കാരണം ഇതൊക്കെ ഒരു സങ്കീർണമായ ഒരു
ഓ, മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലൂടെ പോയിരുന്ന സംഭവങ്ങളാണ് കുറച്ച് കാലങ്ങളായിട്ട്. നമ്മുടെ വാഹനങ്ങൾ എന്ന് പെരുകിയോ ആ സമയത്ത് തന്നെ ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടതായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും നമുക്കിങ്ങനെ ഇത്തരം വികസനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് അഭിമാനിക്കാം കേട്ടോ. നമ്മുടെ സെൻറ്റർ കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ലോറി കയറി വരുന്ന ഭാഗത്തു നിന്നാണ് കൊളത്തർ റോഡ് പോകുന്നത്. ഈ റൈറ്റിലേക്കാണ് ബേപ്പൂർ റോഡ് പോകുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഏത് സമയത്തും ബ്ലോക്കിൽ പെട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് കാര്യമായിട്ടൊരു അറുതി വരും എന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. പൊതുവെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് റോഡ് ഇല്ലാതെ വരുമ്പോൾ അത് വലിയൊരു ദുസ്സഹം തന്നെയാണ്. അപ്പോൾ അതിനെ അറുതി വരുത്തുക എന്നുള്ളത് ഈ ഭരണകർത്താക്കളുടെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ മിഴിവോടെയും വളരെ മികവാർന്ന തരത്തിലും ഇപ്രാവശ്യം, അതായത് നമ്മുടെ LDF സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കരുതട്ടെ. പിന്നെ വിമർശനങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും. അതിപ്പോൾ ആര് ഭരിച്ചാലും ഉണ്ടാവും. ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ആര് ഭരിച്ചാലും പിന്നെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, ഏതൊരു ഭരണവും ഭരണകർത്താക്കളല്ല ആ ഭരണത്തെ മികവിലേക്ക് എത്തിക്കുന്നത്, പ്രതിപക്ഷമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല അത് കൊണ്ടുവരേണ്ടത്. അത് നടത്തിക്കോട്ടെ എന്ന് വിചാരിക്കണം എല്ലാവരും.